തണുപ്പുള്ള ചോദ്യം ചോദിക്കുന്നത് അല്ല. ഇത് എനിക്കറിയില്ല. ഇപ്പം ഇത് സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനാണ്. ഇപ്പം ഞാനിപ്പം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഉണ്ടാകുന്നത്. നിനക്കുണ്ടാക്കിയ അനുഭവം ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത്. അത് സിനിമ അങ്ങനെയാണ് ഓരോ പ്രേക്ഷകനിലും പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് അത് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് നിനക്ക് എസ്തറ്റിക്കലി ഓക്കെ എന്ന് തോന്നുന്നു, ചിലപ്പോൾ വേറെ ആൾക്ക് അത് ഓക്കെ ആയിട്ടും തോന്നണമെന്നില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പം അത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ കാലങ്ങളായിട്ട് എനിക്ക് സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന്, എനിക്ക് ഈ സൊസൈറ്റിയിൽ ഇടപെട്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന്, എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണത്. അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്, അല്ലാണ്ട് അതിനൊരു പ്രത്യേക ടെക്നിക്കൊന്നുമില്ല. അല്ല, കാരണം പർട്ടിക്കുലർ ആയിട്ട് ചോദിക്കാൻ കാരണം ഈ 90 മുതലും സാക്ഷി എന്നുള്ളൊരു സിനിമ, ആ സിനിമ വേറൊരു സംവിധായകൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഓഫ് ബീറ്റ് കാറ്റഗറിയിലേക്ക് പോയാനെ എന്ന് തോന്നി. പക്ഷെ ആ സിനിമയും കൊമേഴ്ഷ്യലി ഹിറ്റാക്കാനുള്ള ഒരു ചേരുവ ദിനേശ് പോത്തന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ തലയിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ ചേരുവ തുറന്ന് പറയുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചേരുവ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനെടുത്ത് അലക്കില്ലായിരുന്നു. ഇത്രയും കാലമൊക്കെ നോക്കിയിരിക്കുമോ, വരുന്ന എല്ലാ സാധനവും എടുത്ത് ചേരുവ കൂട്ടി അങ്ങ് കൊടുക്കുകയല്ലേ ഉള്ളൂ. ആ ചേരുവ ഞാൻ എന്തായാലും എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാമല്ലോ, ചെയ്തിട്ട് ഇങ്ങനെ ഫ്രാഞ്ചൈസി പോലെ കൊടുത്ത് എന്തെല്ലാം പരിപാടി ഞാൻ നടത്തിയത്. സാധനം ഇല്ല.